കേൾക്കാത്ത ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. വാട്ട് ഈസ് EMI? EMI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. ഇതാണ് നമുക്കറിയുന്ന ഡെഫിനിഷൻ. അപ്പൊ EMI എടുത്തിട്ട് നമ്മൾ കാറ് വാങ്ങുന്നു, നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങുന്നു EMI എടുത്തിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ EMI എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മുടിയുന്ന ഉപകരണം. എത്രയും പെട്ടെന്ന് മുടിയാൻ EMI മതി. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് there is no other option without depending a financial institution. ഒരു ബാങ്കിനെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ ആശ്രയിക്കാതെ ഒരു ഇൻവെസ്റ്റ്മെന്റും സത്യമായിട്ട് എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും വരില്ല. കാരണം we are that much of attachment to the banking system, to the interest system. ഇവിടെ എമോഷൻ എന്ന് പറയുന്ന സംഭവം, ഇവിടെ നമ്മൾ എന്താണ് ഡിസയർ, ഈ ഡിസയർ ഉണ്ടാക്കിയെടുക്കുക, ഒരു മനുഷ്യനിലെ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ആ ആഗ്രഹം നേടാൻ ആരെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ? ഫിനാൻസ് സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമേ സ്ഥാപിക്കുള്ളൂ എന്ന് എൻ്റെ തലയിലും നിങ്ങളുടെ തലച്ചോറിലും ഇത് ഫീഡഡ് ആക്കി കളഞ്ഞു. That much of change the financial institutions are made. അതുകൊണ്ട് തന്നെ നമുക്ക് EMI-നെ ചിന്തിക്കാനും ബാങ്ക് ഇല്ലാത്ത ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാനും നമ്മൾക്ക് എന്തായി സാധിക്കാതെയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരിക്കലും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ബൈ എമോഷനാണ്. ഏതിലല്ല? ബൈ ലോജിക്കലല്ല. നമ്മൾ ലോജിക് കണക്ക് വെച്ചിട്ട് നമുക്കൊണ്ട് സാധിക്കോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിന്. ഈ ആഗ്രഹം, നമുക്ക് വരുന്ന ഒരു ആഗ്രഹം നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ it will be adaptable to our financial setup. Go ahead. Otherwise, quit it. Okay, I'm Dr. Ali. aliarimrasidentratuni.com. Thank you.